Welcome to D Vlogs. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പം സമയം ഒരു 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. ചെറുതല്ല, വലിയ പരിപാടി തന്നെയാണ്. ഫസ്റ്റ് ഞാൻ പോയിന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ. ഇത് നമ്മുടെ വലിയ പരിപാടിക്ക് വേണ്ടി റെഡി ആയതല്ല. ഇപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാനുണ്ട്. എനിക്കൊരു സാധനം വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വിട്ടുപോയതായിരുന്നു. ഇപ്പം എന്തായാലും ചേച്ചീൻ്റെ കൂടെ പോവുകയാണ് പുറത്തേക്ക്. അശി രാവിലെ നേരത്തെ പോയി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഡ്രസ്സ് മാറി ചെറുതായിട്ടൊരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ മുടിയും കെട്ടി. വേറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ദേ പോയി ദാ വന്നു എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് പോയി ഒരു സാധനം വാങ്ങിച്ചിട്ട് വരേണ്ട ഒരു താമസമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇവിടെ ഇത്രയും തണുപ്പായി എന്നുള്ളത് ഞാൻ അറിയുന്നത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇത്രയും തണുപ്പായത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ, തണുപ്പായോ ചൂടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ചൂടില്ല തണുപ്പുമില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. ബട്ട് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് നല്ല തണുപ്പും അതിൻ്റെ കൂടെ ഒടുക്കത്തെ കാറ്റും. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അൻസാർ ഗാലറിയിലോട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ താഴെ ഫാൻസി സെക്ഷനിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. ചുമ്മാ ഒന്നും വാങ്ങിക്കാനല്ല കേട്ടോ. ഞാൻ ഈ സംഭവം വായിക്കാനാണ് വന്നിട്ടുള്ളത്. എനിക്കൊരു ജാക്കറ്റ് എടുക്കണമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് നമുക്ക് വലിയൊരു പരിപാടി ഉണ്ടെന്ന്. ആ പരിപാടിക്ക് പോകുമ്പം ജാക്കറ്റ് മസ്റ്റാണ്. ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതെനിക്ക് 100% ഉറപ്പായി. അത്രയും സമയം ഞാൻ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് നിന്നതായിരുന്നു. ബട്ട് ഇനി ഇതില്ലാതെ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായി. കാരണം നൈറ്റാണ് പോകാനുള്ളത്. അപ്പോൾ തണുപ്പ് ഇതിലും ഭീകരമായിരിക്കും. അതുകൊണ്ട് ജാക്കറ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ആക്ച്വലി വാങ്ങിക്കാൻ വിട്ടുപോയതാണ്. ഞങ്ങളിങ്ങനെ തണുപ്പാവുന്ന ഒരു ടൈമിൽ വാങ്ങിക്കാൻ വിചാരിച്ച് നിന്ന് അതങ്ങ് വിട്ടേ പോയി. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ എണ്ണമൊക്കെ നോക്കി. എനിക്കാണെങ്കിൽ ഞാൻ ഇതുവരെ ഈ ഒരു ടൈപ്പൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എനിക്കങ്ങനെ ഞാനൊന്നും നോക്കി വെച്ചിട്ടില്ല, എങ്ങനത്തെ ടൈപ്പ് എടുക്കണമെന്നോ ഒന്നുമില്ല. അപ്പോൾ അശി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഈ അശീൻ്റെയും കൂടെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാനൊരു 100% സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അങ്ങനെ 1-2 ട്രൈ ചെയ്ത് നോക്കി. ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്നാലും എനിക്കെന്തോ അറിയില്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അങ്ങനെ ഇതൊരെണ്ണം ഇട്ട് നോക്കി. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഒരു ടൈപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇടാനൊക്കെ ഇഷ്ടമാണ്. ബട്ട് ആദ്യമായിട്ടായതുകൊണ്ടാണോ എന്തോ അങ്ങനെ അവസാനം അതെടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു അഭിപ്രായം പറയാനായിട്ട്. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതെടുത്തതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് പരിപാടി എന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ പോയി ഒന്ന് കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് പോവാറായി. സമയം ഒരു 3-3:30 ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കുന്നുണ്ടാവും എൻ്റെ ജാക്കറ്റ് എവിടെയെന്ന്. അത് ഞാൻ ഇട്ടില്ല ഗൈസ്. ഇവിടെ വന്ന് വേറെ ഒരു ടോപ്പിൻ്റെ കൂടെ ഒക്കെ ഇട്ട് നോക്കിയപ്പോൾ എനിക്കെന്തോ എന്നെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടതുപോലൊക്കെ തോന്നി. ഒരു ഓവർ വലുപ്പം പോലെ തോന്നി. സൈസ് കുറച്ചുകൂടി ചെറുതായിരുന്നു തോന്നുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ മാറ്റണം. അപ്പോൾ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ഒപ്പിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഞങ്ങളിന്ന് അശ്വിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. ഓഫീസിൽ അവിടെ ഇന്ന് Formula 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു റേസിംഗ് ഒക്കെ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ കാറ്റാണ്. പ്രത്യേകിച്ച് ഇത് കടലിനടുത്തായിട്ടാണ് വരുന്നത്. ഞങ്ങൾ അശ്വിനെ വിളിച്ചു. ഇതാ വരുന്നു അശ്വി. എത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടി വന്നു കേട്ടോ ഞങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പുമാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് വരുന്നതിനേക്കാളും കൂടി ഇവിടെ തണുപ്പ്. അപ്പം തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ
പെട്ടു എന്നുള്ളത്. കാരണം ഞാൻ ജാക്കറ്റോ ഒന്നും എടുത്തിട്ടില്ല. അമ്മയും ചേച്ചിയും എല്ലാവരും ജാക്കറ്റും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടു. ഇനി എന്ത് ചെയ്യാൻ, സഹിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു മര്യാദയ്ക്ക് അത് തന്നെ ഇട്ടാൽ മതിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയത് ആ റേസിംഗ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഈ ഒരു സെക്ഷൻ കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ തണുപ്പ് അൺസഹിക്കബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ എന്തെന്നുള്ള രീതിയിൽ അവിടെ അങ്ങ് ഇരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളിവിടെയൊക്കെ എന്താണ് എം ടി ആയിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇനി അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആവുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് നമുക്ക് ഇറങ്ങി പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള എളുപ്പത്തിന് വേണ്ടി കുറച്ച് അങ്ങോട്ട് പോയിരുന്നിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ചേച്ചി എനിക്കൊരു സ്നിക്കേഴ്സൊക്കെ എടുത്തു തന്നു. കാരണം വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ പോയി വാങ്ങിക്കാനൊക്കെ മടിയായിട്ട് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. എനിക്കിങ്ങനെ കിട്ടുകിട്ടാ വിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും പുറത്തേക്ക് കാണിക്കാതെ പിടിച്ചിരിക്കുകയാണ്. അമ്മ ദാ എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അമ്മയൊക്കെ സ്വെറ്ററൊക്കെ പുതച്ച് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് അപ്പോഴത്തേക്കും അശി വിളിച്ചിട്ട് പുറത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. പുറത്ത് എന്തൊക്കെയോ പ്രോഗ്രാംസും സ്റ്റേജ് ഷോ അങ്ങനെ എന്തൊക്കെയോ കാണാനുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട, പുറത്തേക്കൊക്കെ ഇറങ്ങി നമുക്ക് എല്ലായിടും ഒന്ന് കറങ്ങാമെന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാ. അശി ഞങ്ങളടുത്തേക്ക് വന്നു. ഈ ഹെഡ്സെറ്റൊക്കെ വെച്ചിരിക്കുന്ന കണ്ടിട്ട് പുള്ളി അവിടുത്തെ DJ മാമനാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. അത് റേഡിയോ ആണ്. ഇവൻ്റ് ആയതുകൊണ്ട് നല്ല തിരക്കിലാണ് ആൾ. അശി ശരിക്കും പറഞ്ഞാൽ 2 തോണിയിൽ കാലിട്ട് നിൽക്കുകയായിരുന്നു. എന്തെങ്കിലും അർജൻറ്റ് വരുമ്പോൾ അങ്ങോട്ടോടും ഓഫീസിലേക്കോടും പിന്നെയും ഞങ്ങളടുത്തേക്ക് വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കളിയായിരുന്നു. പിന്നെ ഞങ്ങളവിടെ ഉള്ളത് കൊണ്ട് എന്താ ഞങ്ങളെ എല്ലാവരുടെയും ഒന്ന് കാണിക്കാനും എല്ലാ സംഭവങ്ങളും ഞങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ കൂടെ തന്നെ മാക്സിമം നിൽക്കാൻ നോക്കിയിട്ടുണ്ട് പാവം. പിന്നെ അവിടെ കാണാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനും കാണാനും പിന്നെന്താ ഫേസ് പെയിൻറ്റിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഒന്ന് ചെയ്താലോ എന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, വെറുതെ എന്തിനാ ഉള്ള മുഖം വെറുതെ ചീത്തയാക്കുന്ന, വല്ല ഗുരുവോ മരുവോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതുമായി. അതുകൊണ്ട് പിന്നെ അതിന് ഞാൻ നിന്നില്ല. പിന്നെ ഞാൻ അതേ കാറിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് അശ്വിനെ കൊണ്ട് 2 ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിച്ചു കേട്ടോ. F1 കാണാൻ പോയിട്ട് ഫോട്ടോ എടുത്തില്ലെങ്കിൽ മോശമല്ലേ? സത്യം പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് ഇതിനകത്തിരുന്ന് വണ്ടി ഓടിക്കുന്നതെന്നാണ് ഒരു അത്ഭുതം. കാണാൻ തന്നെ പറ്റുന്നില്ല. ബും പറഞ്ഞ് തീ പറന്ന പോലെ ഒരു പോക്കാണ് പോകുന്നത്. ഞാനത് ഫസ്റ്റ് ടൈം കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കാം. എന്നാലും സംഭവം തന്നെ അല്ലേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അമ്മയും ചേച്ചിയൊക്കെ തിരിച്ചു പോയി. ഞാൻ അവിടെ അശ്വിൻ്റെ കൂടെ തന്നെ നിന്നു. എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകാമെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എന്നെയും കൂട്ടി ഓഫീസിലേക്ക് പോയി. ശരിക്കും അങ്ങോട്ടേക്ക് സ്റ്റാഫ് ഓൺലി ആണ് അലൗഡ് ആയിട്ടുള്ളത്. പിന്നെ എന്നെ ഒറ്റയ്ക്ക് പുറത്ത് നിർത്തണ്ടേന്ന് വിചാരിച്ച് എന്നെയും കൂട്ടി പോയതാണ്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അവിടെ എത്തി എനിക്ക് ഫുഡൊക്കെ എടുത്ത് തന്നു കേട്ടോ. അശ്വിക്ക് ഇവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമുള്ള എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ, അശി പോയിട്ട് എടുത്ത് വന്നാൽ മതി എന്നും പറഞ്ഞ് എന്തൊക്കെയോ റൈസും മീറ്റും ഫിഷും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു. പിന്നെ എന്തോ സാലഡും പിന്നെ എനിക്ക് ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പിലിട്ടതൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്വീറ്റ്സും പിന്നെ ആപ്പിൾ ജ്യൂസും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു. ഒരുപാടൊന്നും എടുത്തില്ല, ഞാൻ ഒരുപാടൊന്നും കഴിക്കില്ല എന്നറിയാം. അതുകൊണ്ട് അങ്ങനെ കുറച്ചൊക്കെ എടുത്ത് തന്ന് ഞാൻ കഴിച്ചു. എനിക്കാണെങ്കിൽ അപ്പോഴത്തേക്ക് നല്ല വിശപ്പും ആയിട്ടുണ്ടായിരുന്നേ. കാരണം വൈകിട്ട് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അശി അവിടെ ഞാൻ കഴിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന്. ഇപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്ത് ചെയ്യാനാ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ സ്വീറ്റ്സിലോട്ട് കടക്കാൻ പോവാണ്. കേക്കും ഫ്രൂട്ട്സും പിന്നെ ഒരു ലഡ്ഡു ഉണ്ട്. ലഡ്ഡുവിനാണ് എനിക്ക് വലിയ താല്പര്യമില്ല. അത് ഞാൻ അശിക്ക് കൊടുത്തു കേട്ടോ. പിന്നെ റെഡ് വെൽവെറ്റും ചോക്ലേറ്റും പിന്നെ ഇത് ഹണിയാണെന്ന് തോന്നുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബാക്കി കുഴപ്പമില്ലായിരുന്നു. ഞാനെല്ലാം കഴിച്ചു കേട്ടോ. എനിക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഹണിമൂണിന് മാൽദീവ്സ് പോയതാണ് കേട്ടോ ഓർമ്മ വന്നത്. അവിടെയും ഈ ഒരു ടൈപ്പ് ഓഫ് ഫുഡും സ്വീറ്റ്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് നൊസ്റ്റ് അടിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അശിക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു എമർജൻസി വന്നു. അങ്ങനെ അവർ പോയി. അവർ മീൻസ് അശീൻ്റെ ഒരു കൊളീഗും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോയി. ഞാനാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് പോസ്റ്റായിട്ട് കുറച്ച് സമയം ഇരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് വന്നു. എന്നിട്ട് ഞങ്ങളിത് നേരെ കൺസേർട്ട് ഏരിയയിലേക്ക് പോവുകയാണ്. ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്തത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എനിക്ക് കൺസേർട്ട്
നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് തിരിച്ച് പോവണ്ട, നമുക്ക് ഒരുമിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ച് നിർത്തി. അങ്ങോട്ടേക്ക് നടക്കാൻ കുറച്ചുണ്ടായിരുന്നേ, പിന്നെ ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് നീട്ടി വലിഞ്ഞ് അങ്ങോട്ട് നടന്നു. അവിടെ എത്തി. ഭയങ്കര സ്റ്റേജൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രാത്രിയാണ്, ആ ഒരു ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, കൂടെ തണുപ്പും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് എപ്പോഴും ഈ നാട്ടിലൊക്കെ ഫെസ്റ്റ് ഉണ്ടാകുമ്പോഴും പിന്നെ ഉത്സവം അങ്ങനത്തെ പരിപാടിക്കൊക്കെ എപ്പോഴും രാത്രിയൊക്കെ ഫുൾ ചുറ്റിയടിക്കൽ തന്നെയായിരുന്നു. നല്ല ആ ഒരു ഓർമ്മകളൊക്കെ വന്നു കേട്ടോ. എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ നാട്ടിൽ ഉത്സവമൊക്കെ വരാൻ പോവാണ്, അതൊക്കെ ഒരുപാട് മിസ് ചെയ്യും. ഞാനാണെങ്കിൽ എനിക്ക് തണുത്തിട്ട് അശീൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ, ഈ ജാക്കറ്റിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ കൈ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കൈക്ക് ഭയങ്കര തണുപ്പടിക്കുന്നുണ്ടായിരുന്നു, ഐസ് പോലെ ആവുകയാണ് കൈയൊക്കെ. അങ്ങനെ അവിടെ നിന്ന് കുറേ സമയം തുള്ളി കളിക്കുകയൊക്കെ ചെയ്തു. ഓവറായിട്ടില്ല, എന്നാലും ലൈറ്റായിട്ട്. കുറച്ച് സമയം അവിടെ നിന്ന് എൻജോയ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം തന്നെ സമയം ഒരു 10:45-11 മണി ആയിട്ടുണ്ടായിരുന്നു. അധിക നേരം നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് അശിക്ക് നേരത്തെ തന്നെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ എത്രയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ഉറക്കം ശരിയാവില്ല, നേരത്തെ എണീക്കാനുള്ളതാണല്ലോ. അതുകൊണ്ടാണ് കുറച്ച് നിന്നിട്ട് ഇങ്ങ് പോകുന്നത്. എന്തായാലും നിന്ന സമയം ഞങ്ങൾ അത്രയും എൻജോയ് ചെയ്തു കേട്ടോ, അടിച്ചു പൊളിച്ചു. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടും ആ ഒരു വൈബ് വിട്ടു പോകുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ കുഞ്ഞിപ്പുഴുവിനെ പോലെ തുള്ളി കളിച്ചുകൊണ്ട് പോവുകയാണ് റോട്ടിൽ കൂടെ. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ അത്രയും ആസ്വദിച്ചു കേട്ടോ, എനിക്കിഷ്ടമായി. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എന്താ, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.